നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് കെ മുരളീധരൻ. അൻവറിന് നിലവിൽ CPM നൽകിയത് യെല്ലോ കാർഡ്, ചുവപ്പ് കാർഡ് കാണിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. കെ മുരളീധരൻ ഇങ്ങനെ പറയുന്നു. ഒന്നാമത് ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനായിട്ടില്ല. കാരണം അൻവറിന് ഇന്നിപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ ഒരു വാണിംഗ്, ആ വാണിംഗ് ഒരു യെല്ലോ കാർഡാണ്. ഇനി അൻവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയാണെങ്കിൽ ഇനി റെഡ് കാർഡായിരിക്കും. ഒന്നുകിൽ അൻവർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ വാണിങ്ങിന് വഴങ്ങി പാർട്ടിക്ക് വിധേയനായിട്ട് മുന്നോട്ട് കൊണ്ടുവരും. പക്ഷെ അങ്ങനെ പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ്സിലെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോൾ അൻവറിനെ കാണുന്നത് ഭരണകക്ഷി MLA ഭരണകക്ഷിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു, അത് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അൻവർ പാർട്ടിക്ക് പുറത്തു പോയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും കോൺഗ്രസ്സിലോ UDFലോ നടന്നിട്ടില്ല. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ജുഡീഷ്യൽ അന്വേഷണമെന്ന് ആവർത്തിച്ച കെ മുരളീധരൻ, പൂരം നടക്കുമ്പോൾ ADGP MR അജിത് കുമാർ സ്ഥലത്തുണ്ടായിട്ടും ഈ പോലീസ് കമ്മീഷണറെ നിയന്ത്രിച്ചില്ല. UDF പ്രതിഷേധം ശക്തമാക്കുമെന്നും കെ മുരളീധരൻ 24നോട് പറഞ്ഞു. ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ, അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്നതിൽ ഏറ്റവും ടോപ്പിലുള്ള IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം എന്തുകൊണ്ട് അതിനെ തടഞ്ഞില്ല? എന്തുകൊണ്ട് കമ്മീഷണർ നിയന്ത്രിച്ചില്ല? അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ, പൂരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനെയും ഞങ്ങൾ അനുകൂലിക്കില്ല. 24-ാം തീയതി മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ബ്ലോക്കുകളിലും അന്ന് സമ്മേളനങ്ങളുണ്ട്. അതിനുശേഷമുള്ള കാര്യങ്ങൾ KPCCയുടെ നേതൃത്വ യോഗം ചേർന്ന് തീരുമാനിക്കും. കെ മുരളീധരനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ